ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മെറിൻസ് കിച്ചൺ ടേൽസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഞങ്ങളുടെ കറുകച്ചാലിലെ മമ്മിയുടെ ഒരു ഫേവറേറ്റ് ഡിഷായിരുന്നു പൈനാപ്പിൾ പച്ചടി. എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മി ഉച്ചയ്ക്ക് ഒത്തിരി കറികളൊക്കെ ഉണ്ടാക്കും. അതിൻ്റെ കൂട്ടത്തിൽ പറയും, മോളെ നമുക്കൊരു പച്ചടിയും കൂടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു പൈനാപ്പിൾ എടുത്തു വെച്ച് ഈ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കും. വളരെ ടേസ്റ്റിയാണ്. ഇത് മാത്രം മതി ചോറുണ്ണാനായിട്ട്. നമുക്കൊരു നല്ല പഴുത്ത പൈനാപ്പിൾ ആണെങ്കിൽ അതായിരിക്കും നല്ലത്. കുറച്ച് മധുരമുള്ള കറിയാണല്ലോ പൈനാപ്പിൾ പച്ചടി. അപ്പോൾ നമ്മളിന്നൊരു പകുതി പൈനാപ്പിൾ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് ചെത്തിക്കൊടുത്ത് മുള്ളൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്കത് മുറിച്ചെടുക്കണം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയ ഒരു കൈതച്ചക്കയുടെ പകുതി കൈതച്ചക്ക എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേവിക്കുമ്പോൾ ഇടാനായിട്ട് ഒരു സവാള അരിഞ്ഞത്, 2-3 പച്ചമുളക് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില. ഇതൊരു പാത്രത്തിലിട്ട് അതിന് വേകാനുള്ള വെള്ളവും ഉപ്പും ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിക്കണം. കുക്കറി വേണമെങ്കിൽ നമുക്ക് വേവിക്കാം, ഒരു വിസിലടിച്ചാൽ മതിയാകും. അല്ലെങ്കിൽ ഇങ്ങനെ പാത്രത്തിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് എടുക്കും. നമ്മൾ മഞ്ഞൾ ഇടുന്നില്ല കേട്ടോ. മഞ്ഞൾ ഇടുന്ന വേർഷൻ ഉണ്ട്. നമ്മൾ മഞ്ഞൾ ഇടാതെയാണ് കോട്ടയം സൈഡിൽ ഉണ്ടാക്കുന്നത്. അപ്പം ഉപ്പും വെള്ളവും ഒഴിച്ച് ഒരു 10 മിനിറ്റ് വേവിക്കുമ്പോൾ പൈനാപ്പിൾ നന്നായിട്ട് വേവിച്ച് കിട്ടും. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ ചിരകിയത്, 1 ടീസ്പൂൺ കടുക് പരിപ്പ്, കടുക് വേണമെങ്കിലും എടുക്കാം, പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, 1 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കറിവേപ്പില. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒരു മിക്സിക്കകത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. ജീരക പൊടിക്ക് പകരം ജീരകവും ഇങ്ങനെയുള്ള കടുക് പരിപ്പിന് പകരം മൊത്തം കടുകും നമുക്ക് ഇട്ട് അരയ്ക്കാവുന്നതാണ്. അപ്പം നന്നായിട്ട് അരച്ച് അരപ്പ് റെഡിയാക്കി എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടിയത് കടുക് വറക്കാനായിട്ട് കുറച്ച് ചുവന്നുള്ളി 4-5 എണ്ണം, 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് തൈര്. നമ്മളിവിടെ ഇപ്പം 1 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. പിന്നെ വെള്ളമൊക്കെ ഒന്ന് നല്ലപോലെ വറ്റിക്കോട്ടെ. നമുക്ക് അധികം വെള്ളം വേണ്ട. അപ്പോൾ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് വേവിക്കണം. അരപ്പൊക്കെ നന്നായിട്ട് വേകുകയും വേണം, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരികയും വേണം. നമുക്കിനി തൈര് ചേർക്കാനുള്ളതാണല്ലോ. അപ്പം കുറച്ച് സമയം എടുത്ത് വെള്ളമൊക്കെ വറ്റുന്നിടം വരെ ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ കണ്ടോ, ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. എല്ലാം അരപ്പും പൈനാപ്പിളും എല്ലാം നന്നായിട്ട് വെന്ത് യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. കട്ട തൈരാണ് വേണ്ടിയത്, എന്നാലും ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി നോക്കുക. ഉപ്പും പുളിയും മധുരവും ഒക്കെ നോക്കുക. ഇച്ചിരി മധുരമുള്ള കറിയായിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. അഥവാ പൈനാപ്പിളിന് മധുരം കുറവാണെങ്കിൽ 1 സ്പൂൺ പഞ്ചസാര വേണമെങ്കിലും നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇച്ചിരി മധുരമുള്ളതായിട്ടാണ് ഈ പച്ചടി നല്ല ടേസ്റ്റ്. ഇനി നമുക്ക് കടുക് വറക്കാം. എണ്ണ ചൂടാകുമ്പം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉള്ളി അരിഞ്ഞത് ചേർക്കാം. ഉള്ളി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോൾ ശകലം ഉലുവാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. ഇച്ചിരി തണുത്ത് കഴിയുമ്പോഴും നല്ല ടേസ്റ്റാണ് ഈ പച്ചടി. അപ്പോൾ ഇന്നത്തെ പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താൽ നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഉടനെ തന്നെ ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം കേട്ടോ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.